മാറുവാൻ വെമ്പിൽ പൂണ്ടത് എന്റെ പുരുഷന്റെ വികാര വിചാരങ്ങളുടെ തടവറയിലേക്ക്. ഞാൻ വിൽപ്പനച്ചരക്കായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് എന്റെ ആദ്യ രാത്രിയിൽ. ഇപ്പോൾ അന്ന് വില കൊടുത്ത് നേടിയ അടിമയുടെ വികാര വിചാരങ്ങൾ മാത്രമാണ് എന്നിലുള്ളത്. എന്റെ സതീർത്ഥനാണ് വിന്തകൻ. ഒരു പൂവിതം പോലെ എന്റെ കാലത്തിൽ സമർപ്പിച്ചപ്പോൾ നിന്നിലുള്ള പരിശുദ്ധി ചോദ്യചിഹ്നമാക്കി മാറ്റുവാൻ ഞാൻ തയ്യാറല്ല. കണ്ടില്ലേ, നമ്മുടെ രാജ്യസേവകർ പോലും നിന്നെ അംഗീകരിക്കുന്നത്. എന്നിട്ടും നീ മനസാക്ഷിയുടെ നെരിപ്പോടിനുള്ളിൽ പുകയുന്ന ഞാൻ ഈ സൗഭാഗ്യങ്ങൾ നാളെ ഇവിടെ കുറ്റവാളിയും പരിഹാസകയുമാക്കി മാറ്റുമോ എന്ന് ഭയപ്പെട്ടു പോകുന്നു. എന്തിന്? എന്തുകൊണ്ട്? ഒരിക്കലും അത് സംഭവിക്കും. കാരണം ഇപ്പോൾ കാഴ്ചകളുമായി എനിക്ക് മുന്നിലെത്തിയ ഈ പൗരപ്രമുഖർ പലപ്പോഴായി എന്റെ ശയനമൊഴി എന്നോടൊപ്പം. സത്യം, സത്യം മാത്രം. അങ്ങും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, ഇവിടെ പോലെ. ദേവദാസ്, ദേവദാസ്. ദേവദാസപുരിയിൽ ജനിച്ച് പരിശുദ്ധിയായി വളർന്നവൻ. പക്ഷേ വിലപേശി വാങ്ങിയ അങ്ങയുടെ സതീർത്ഥന് എന്റെ യൗവനം പണസമ്പാദനത്തിനുള്ള എളുപ്പവഴിയായിരുന്നു. അവസാനം ഞാനെന്ന സ്ത്രീയിലെ ഏതോ ആകർഷക ബിന്ദുവിൽ അങ്ങേയും തളയ്ക്കപ്പെട്ടിരിക്കുന്നു. നീയും കൂട്ടുനിന്ന് വഞ്ചിച്ചവൻ. ബിന്ദുവിൻ എന്ന സൂത്രശാലിയായി രാജ്യദ്രോഹിയെ തുറങ്ങിറക്കിയ ഒപ്പം ഇവളെയും. സത്യം ഒരുവിട്ട് അങ്ങേ വഞ്ചിക്കാതിരുന്ന ഇവളും തെറ്റുകാരിയോ? ഞാൻ മനസ്സുകൊണ്ട് പരിശുദ്ധയാണ്. പരപുരുഷനെ കാമിക്കുവാൻ ആഗ്രഹിക്കാത്ത കുലസ്ത്രീയാണ് ഇവൾ. അങ്ങനെ വിശ്വസിക്കണം. ഒരു കച്ചവടത്തിലെ ഇരയാണ് ഇവൾ. മറുകച്ചവടത്തിലൂടെ